ഹലോ, വെൽക്കം ടു മൈ വ്ളോഗ്. സോ നമ്മളിന്ന് പോകാൻ പോണത് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങണ ഒരു ഭാഗമായിട്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയത് ഇവിടെ അടുത്തുള്ള പാർക്കിലായിരുന്നു, ഡ്രീം ലാൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് റാസ് അൽ ഖൈമയിലുള്ള ഗോസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന അൽ ഹംറ വില്ലേജ്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ പേടിയുള്ളവരെ കൂടെ ആരെയും അടുത്ത് വെച്ച് കണ്ടോട്ടോ. എന്തുണ്ടാവുക എന്നൊക്കെ പറയാൻ പറ്റില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകണം. അങ്ങനെ നമ്മുടെ സഹയാത്രയും എത്തിയിരിക്കുകയാണ്. ഏയ് അങ്ങനെയല്ല, അപ്പം നമുക്ക് പോട്ടോ. അപ്പൊ നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവന്റെ അടുത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഇത് എന്ത് വില്ലേജാണ്. ക്യാ വില്ലേജ് മാലൂമേ? ഗോസ്റ്റ് വില്ലേജ്. നമ്മളിവിടെ ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ എത്തിക്കണത്. പക്ഷെ ഇതിൽ ഏതാണ് ഗോസ്റ്റ് വില്ലേജ് എന്നറിയില്ല. കുറേ വട്ടം കറങ്ങി പോയി നോക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. അൽ ജസീറ അൽ ഹംറ വില്ലേജ്, റാസ് അൽ ഖൈമയിലെ പ്രേത ഗ്രാമം അഥവാ ഗോസ്റ്റ് വില്ലേജ് എന്ന് അറിയപ്പെടുന്ന ഈ ഗ്രാമം 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒന്നാണ്. UAEയിൽ എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുന്നേ UAE ജനതയുടെ ജീവിതം, അതിലേക്കുള്ള ഒരു ജാലകമാണ് ഈ ഗ്രാമം. The fort. ഒരു സമയത്ത് പേൾ ഫിഷിംഗ് കച്ചവടത്തിന് പേര് കേട്ട സ്ഥലമാണ് അൽ ജസീറ അൽ ഹംറ. പക്ഷേ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇതിന് ഇടിവ് സംഭവിച്ചു. ബൈത്ത് 4, അത് ഓരോ വീടുകളാണ്. ഇവിടെ ഓരോ വീടുകളാണ് ഇനി കാണിക്കാൻ പോണത്. ഓക്കെ, നല്ല മണലുണ്ട് കണ്ടാണ്. വൈറ്റ് 5 ഇതൊക്കെ പൂട്ടിയിട്ട. ഇതൊക്കെ ഇവിടെ പുതിയതാക്കിയിട്ടുള്ള വീടുകളുണ്ട്. എല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കുട്ടികളിൽ വീടുകളൊക്കെ എത്താനായിരുന്നു. ജൽദി അവിടെ. 1970-ൽ 7 എമിറേറ്റുകൾ ചേർന്ന് UAE എന്ന രാജ്യം രൂപീകരിച്ചപ്പോൾ ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ രാജ്യ തലസ്ഥാനമായ അബുദാബിയിലേക്ക് കുടിയേറുന്നുണ്ടായി. അങ്ങനെ പെട്ടെന്നുള്ള കുടിയേറ്റം കാരണം ഈ ഗ്രാമം മനുഷ്യവാസമില്ലാത്തൊരു പ്രേത ഗ്രാമം പോലെ വെറും ട്രഡീഷണൽ കെട്ടിടങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞൊരു സ്ഥലമായി മാറി. ആ ഭാഗത്തേക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അത് മൊത്തം കാട് പിടിച്ച് കിടക്കാറുണ്ട്. അവിടെ എന്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇനിയും കുറേ കാണാനുണ്ട്, അതുകൊണ്ട് വേഗം പോവാം. ഓക്കെ. പിന്നെ ഇത് കണ്ടില്ല, ഇവിടെ
കോറൽസ് ആയിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഒക്കെ കടലിൽ നിന്നുള്ള ഓരോ കോറൽസിൻ്റെ അതേപോലെ ഇതുണ്ട്. വളർന്നു വരുന്ന തലമുറക്ക് UAE ജനതയുടെ പാരമ്പര്യം, സംസ്കാരവും ട്രഡീഷണൽ കോറൽ ആർക്കിടെക്ചർ വെച്ച് ഉള്ള കെട്ടിട നിർമ്മാണവും അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് റാസ് അൽ ഖൈമ ഗവൺമെൻറ് ഈ ഒരു ഗ്രാമം ഇപ്പോഴും സംരക്ഷിച്ചു വരുന്നു. ഈ കാണുന്ന വീടുകൾ പണിതിരിക്കുന്ന പഴപ്പുറ്റുകൾ കൊണ്ടാണ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഷെല്ലും നമ്മൾ കടലിൽ കാണുന്ന പഴപ്പുറ്റിൻ്റെ രൂപമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇതൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് ബിൽഡിങ്സാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത്താണ് ഇത് കാണിക്കുന്നത്. चलो ഇവിടെ പണി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വ്യൂസ് ഞാൻ എൻ്റെ ഡ്രോണിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നടക്കാൻ വയ്യ, നടന്നിട്ട് ഇതെന്താ എല്ലാം പൊളിഞ്ഞ തന്നെ വലിയ കാര്യമായിട്ടൊന്നും നടന്ന് കാണിച്ചു തരാമല്ലോ. ഞാൻ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഞാൻ എൻ്റെ ഡ്രോണിൽ പറത്തി കാണിച്ചു തരാം. ഓക്കെ, സോ എൻജോയ് ദ വിഷ്വൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ ഈ ക്യാ താ ഇസ്ക വില്ലേജ് കാ നാം അൽ ജസീറ വില്ലേജ്. അൽ ജസീറ വില്ലേജിൻ്റെ നമ്മളിങ്ങനെ ഒന്ന് ചുറ്റി കണ്ട് ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷനൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഷെയർ ചെയ്യോ? ഷെയർ കറേഗാ? ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീക്ക്.